പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രമായ ദിവസങ്ങളിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെപ്പറ്റി, പവിത്രമായ ദിവസങ്ങളെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ചെയ്യേണ്ട കാര്യങ്ങൾ, അയ്യാമു തശ്രീഖ് അടക്കം 13 ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ. ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 13 വരെയുള്ള ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ഫമാ യഖൂലു യാ റസൂലല്ലാഹ്, എന്താണ് ഞങ്ങൾ അതിൽ പറയേണ്ടത് റസൂലേ എന്ന് സ്വഹാബത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖൂലൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പറയൂ, ഖൂലൂ അക്സിറു തഹ്മീദ വ തഹ്ലീല വ തക്ബീറ, നിങ്ങൾ ആ ദിവസങ്ങളിലെ തഹ്മീദുകൾ അധികരിപ്പിക്കുക, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയലിനെ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ വതഹ്ലീല, തഹ്ലീലിനെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലിനെയും അധികരിപ്പിക്കുക. തക്ബീറ, അല്ലാഹു അക്ബർ എന്ന് പറയലിനെയും അധികരിപ്പിക്കുക. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറയുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ഇങ്ങനെ അധികരിപ്പിച്ച് ചൊല്ലുക. അതിൽ തഹ്മീദുണ്ട്, അതിൽ തക്ബീറുണ്ട്, അത് തഹ്ലീലുണ്ട്, എല്ലാം ഉൾക്കൊള്ളുന്ന ദിക്ർ ഇങ്ങനെ അധികരിപ്പിക്കുക. പിന്നെ നമ്മൾ എല്ലാ രാത്രികളിലും ദുൽഹജ്ജിന്റെ 1 മുതൽ 10 ദിവസമുള്ള എല്ലാ രാത്രികളിലും സൂറത്തുൽ ഫജ്ർ ഇങ്ങനെ ഓതുക. ഏതാണ് സൂറത്തുൽ ഫജ്ർ? വൽ ഫജ്രി വലയാലിൻ നശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസ്മുൽ ലദീ ഹിജ്ർ എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്ത് ഒരു 2-3 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കി ചൊല്ലാൻ കഴിയുന്ന ആ ചെറിയ സൂറത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതുക. എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതുക. ദുൽഹജ്ജ് 1 മുതൽ 9 ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കുക. 10ന്റെ അന്ന് പെരുന്നാൾ ദിവസം നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ്. അതുകൊണ്ട് പെരുന്നാൾ ദിവസം ഒഴിവാക്കി 9 ദിവസവും നോമ്പനുഷ്ഠിക്കുമ്പോൾ ഒരു ദിവസത്തിനേക്ക് 1 കൊല്ലത്തെ പ്രതിഫലം ലഭിക്കും. ഒരു നോമ്പിനിക്ക് ഒരു കൊല്ലത്തെ പ്രതിഫലം ലഭിക്കും. അങ്ങനെ 8 ദിവസം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ 8 കൊല്ലത്തെ പ്രതിഫലം. എന്നാൽ അറഫ ദിവസത്തിലെ ദുൽഹജ്ജ് 9ന്റെ അന്ന് ഉണ്ടാകുന്ന അറഫ ദിവസത്തിലെ നോമ്പിനിക്ക് 2 കൊല്ലത്തെ പ്രതിഫലം ലഭിക്കും. ഫലം 9 ദിവസം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ 10 കൊല്ലം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കും. 9 ദിവസം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ 10 വർഷം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം അവനക്ക് ലഭിക്കുകയാണ്. പിന്നെയോ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലുക, അതിനെ അധികരിപ്പിക്കുക. പിന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ധാരാളം സ്വലാത്ത് ചൊല്ലുക. ഹജ്ജിന്റെ ദിവസങ്ങളിൽ ആൽ ഇമ്രാൻ സൂറത്തിലെ 95ഉം 96ഉം ആയത്തുകൾ വർദ്ധിപ്പിക്കുക, ഓതുക. ഹജ്ജിന്റെ ദിവസങ്ങളിൽ, അതായത് ദുൽഹജ്ജ് 10ന്റെ ദിവസം സൂറത്ത് ആൽ ഇമ്രാനിന്റെ 95-ാം ആയത്തും 96-ാമത്തെ ആയത്തും ഓതുക. പിന്നെ സ്വതക്കകൾ അധികരിപ്പിക്കുക. ആട്, മാട്, ഒട്ടകം പോലത്തെ ഉളുഹിയത്തിന്റെ മൃഗങ്ങളെ കാണുമ്പോൾ, ആട്, മാട്, ഒട്ടകത്തെ കാണുമ്പോൾ തക്ബീർ ചൊല്ലുക, 7 തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ എന്ന് 7 തക്ബീർ ചൊല്ലുക. ഇതെല്ലാം പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ നമുക്ക് സുന്നത്തായി വരുന്ന കാര്യങ്ങളാണ്. ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ കാര്യങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ മഹത്വങ്ങളെ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.